എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ചെയ്യുന്നത്. പല വിധത്തിൽ മാങ്ങ അച്ചാറുകൾ ഉണ്ടാക്കാമെന്ന് നമുക്കറിയല്ലേ. മുളക് പൊടിയിട്ടും മുളക് നമ്മൾ പയ്യെ മൂപ്പിച്ചിട്ട് പൊടിച്ചെടുത്തും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇനി കഴുകി തുടച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഞുറുക്കി ഇത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. കാരണം ഇത് 2 മാങ്ങയല്ലേ ഉള്ളൂ. ഇത് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു അരമണിക്കൂർ ഒന്ന് വയ്ക്കണം. കാരണം ആ മാങ്ങയിലേക്ക് ഉപ്പെല്ലാം ശരിക്കും ഒന്ന് പിടിക്കുന്നതിന്. ആ സമയത്ത് നമുക്കിതിനുള്ള പൊടികൾ റെഡിയാക്കാം. ഞാൻ മുളക് പൊടിയല്ല ഇടുന്നത്, മുളക് വറുത്ത് പൊടിച്ചാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഇതിനു വേണ്ടി ഒരു 12 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മുളക് ഇട്ട് വറക്കാം. മുളകും ഉലുവയും കായവും കൂടിയാണ് ഞാനിതിനകത്ത് പൊടിച്ച് ചേർക്കുന്നത്. മുളക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ നല്ല മണിമണിയായി കിലുങ്ങുന്ന സമയത്ത് വേണം ഇത് വാങ്ങാൻ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ ഒരു 1.5 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത്, നമുക്കറിയാമല്ലോ അത് പാകം എപ്പോഴാന്ന്, ആ സമയത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ലാസ്റ്റാണ് ഞാൻ കായ ഇടുന്നത്. ആ കായവും നമുക്ക് വറുത്തത് എല്ലാം കൂടെ ഞാൻ വറുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആറട്ടെ. ആറിക്കഴിഞ്ഞ് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. നമ്മുടെ മാങ്ങ എന്തായെന്ന് നോക്കാം. മാങ്ങ ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടായിട്ടുണ്ട്. ഞാൻ മുളക് ആറിയതിന് ശേഷം പൊടിച്ചെടുത്ത് ആ പൊടി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ആ പൊടികളെല്ലാം ഇതിലേക്ക് ആ മാങ്ങയെ പിടിക്കുകയുള്ളൂ. നന്നായിട്ടും അത് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതിൽ വെള്ളം ചേർത്ത് അച്ചാറുണ്ടാക്കിയാൽ അധികം നാൾ ഇരിക്കത്തില്ല. അത് പെട്ടെന്ന് പൂത്തും പോകും. ഇനി അതിനകത്തേക്ക് ഞാൻ വറുത്തിടാനായിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു 3 സ്പൂണ് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വന്ന സമയത്തേക്ക് ഇതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, കുരുകുരന്ന് ചെറുതായി അരിഞ്ഞ 1 സ്പൂൺ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഇഞ്ചി ഒന്ന് മൂത്തതിന് ശേഷം ഒരു 5 അല്ലി വെളുത്തുള്ളി അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ മാങ്ങ മാങ്ങയ്ക്കകത്തോട്ട് ഒഴിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നല്ല ചൂടെ തന്നെ ഇത് ഒഴിക്കണം. കാരണം നമ്മൾ മുളക് പൊടി ഇങ്ങനെ പൊടിച്ച് ചേർത്തതാണ്. മാങ്ങയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച് നമ്മളിത് വേവിക്കുന്നൊന്നുമില്ല. അങ്ങനെ വേവിച്ചെടുത്താൽ അന്നേരം 1-2 ദിവസത്തേനാണ് കൂട്ടാൻ കൊള്ളത്തുള്ളൂ. കാരണം അധികം നാൾ അതിരിക്കുകയില്ല. പെട്ടെന്ന് കറി ഇങ്ങനെ അച്ചാർ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാങ്ങ മുളക് പൊടിക്കകത്തേക്ക് ഇട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ വളരെ കാലം ഇരിക്കാൻ ഇതാണ് നല്ലത്. ഇതിനി നല്ല കാറ്റ് കയറാത്ത നല്ല കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ നാളത്തേന് ഇത് ഉപയോഗിക്കാൻ കൊള്ളുന്നതാണ്. കണ്ടോ, നമ്മുടെ സുന്ദരമായ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. കണ്ടോ, തുള്ളി വെള്ളം ചേർക്കുക. ഇനി ഇതിന് വേണമെങ്കിൽ വെള്ളം കുറവാണെങ്കിലും അതുമല്ല നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണ് വിനാഗിരി ഒഴിച്ചാൽ മതി. അപ്പോൾ ആ വിനാഗിരിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു അച്ചാറാണിത്. അടിപൊളി അച്ചാറാണ് ഇങ്ങനെ മുളകും ഉലുവയും കായും കൂടെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നത്. കേട്ടോ, നമ്മുടെ അച്ചാർ നന്നായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇത് കണ്ടോ, നല്ല സുന്ദരമായ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.